പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നാം വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ വേഗേന തന്നെ നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. സങ്കീർത്തനം 42 എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 42 ഒരു കരച്ചിലാണ്, ഒരു ലെമൻ്റാണ്. ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് അതിൻ്റെ തലക്കെട്ടിൽ പറയുന്നു, സംഗീത പ്രമാണിക്ക് കോരഹ പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്. ഈ സങ്കീർത്തനം ഒരു കരച്ചിലായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പ്ലീ ഉണ്ട്, ഒരു അപേക്ഷയുണ്ട്. അതുമാത്രമല്ല, സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം വലിയൊരു ശുഭഭാവി കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. ഹി ഈസ് ഹോപ്പിംഗ് ഫോർ എ ഫ്യൂച്ചർ, എ പ്ലസൻറ്റ് ഫ്യൂച്ചർ. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ജിസ്റ്റ്. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ താൻ ഇന്ന് ആയിരിക്കുന്ന ഇടം താൻ ആയിരിക്കേണ്ട ഇടമല്ല. താൻ ഇപ്പോൾ യെരൂശലേമിലല്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് എഴുതുന്നത് കോരഹപുത്രന്മാരാണ്. കോരഹപുത്രന്മാരുടെ ചരിത്രം നമുക്കറിയാം. അവരുടെ പിതാവായിരിക്കുന്ന കോരഹ മോശയോട് അവൻ റെബല്യസ് ആയിട്ട് പ്രവർത്തിച്ചു. കോരഹും 250 കമ്മ്യൂണിറ്റി ലീഡേഴ്സും മോശയ്ക്കെതിരെ റിബലായിട്ട് മോശയോട് പ്രവർത്തിച്ചപ്പോൾ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിയെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. അതിനുശേഷം കാലമേറെ കഴിഞ്ഞ് ദാവീദിൻ്റെ കാലം എത്തുമ്പോൾ ദേവാലയത്തിൽ ആരാധന നയിക്കേണ്ടതിനായി തിരഞ്ഞെടുത്തത് കോരഹിൻ്റെ പുത്രന്മാരെയാണ്. അവർ ഇങ്ങനെ ദേവാലയത്തിൽ ആരാധന നയിച്ചു കൊണ്ടിരുന്ന കാലം, ആ കാലത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ എന്നും നിത്യം കൂടി വരുന്ന ആളുകളാണ് കോരഹിൻ്റെ പുത്രന്മാർ. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സങ്കീർത്തനക്കാരനോട് ചിലർ ചോദിക്കുന്നു, നിൻ്റെ ദൈവം എവിടെയെന്ന്. അവരോട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ ജീവനായ ദൈവമാണ്. ആ സങ്കീർത്തനക്കാരൻ തന്നെ തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, അവൻ എൻ്റെ ജീവൻ്റെ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ കുറച്ച് താഴേക്ക് വന്നിട്ട് പറയുന്നു, അവൻ എൻ്റെ പാറയായ ദൈവമാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ച് 12 പ്രൊനൗൺസിലാണ് ഇവിടെ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനം 42 43 കാണുന്നത്. ഈ സങ്കീർത്തനം 42 43 ഒരു സങ്കീർത്തനമാണ്. അതിനെ 2 യൂണിറ്റായിട്ടാണ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 42 43 ഒരു സങ്കീർത്തനമായിട്ട് വേണം നാം പഠിക്കേണ്ടത്. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ, ഞാൻ പറഞ്ഞതുപോലെ, താൻ ഇന്നായിരിക്കുന്ന ഇടം യെരൂശലേമിലല്ല. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, അവൻ മറ്റൊരു ദേശത്താണ്. അതെങ്ങനെയാണ് മറ്റൊരു ദേശത്തേക്ക് താൻ പോയത്? ദൈവത്തെ നിത്യം ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ മറ്റൊരു ദേശത്ത് പോയി. അത് മനസ്സിലാക്കണമെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായവും നിങ്ങൾ എടുക്കണ്ട, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25 അധ്യായവും നാം പഠിച്ചു വരുമ്പോൾ, യഹൂദ രാജാവായ അമസ്യാവ് ഒരിക്കൽ ഏദോമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. യഹൂദയുടെ 9ാമത്തെ രാജാവാണ് അമസ്യാവ്. അവൻ ഏദോമിനോട് യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ച് 3 ലക്ഷം പടയാളികളെയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമസ്യാവിൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം, എന്നാൽ ഈ 3 ലക്ഷം പടയാളികൾ മാത്രം പോരാ, ഞാൻ കുറച്ച് വാടകയ്ക്ക് കുറച്ച് പടയാളികളെയും കൂടെ തിരഞ്ഞെടുക്കാം. അങ്ങനെ 100 വെള്ളിക്കാശ് കൊടുത്തുകൊണ്ട് 1 ലക്ഷം പടയാളികളെയും കൂടെ താൻ തൻ്റെ സൈന്യത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ ഒരു പ്രവാചകൻ തൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അമസ്യാവേ, നീ ചെയ്യുന്നത് തെറ്റാണ്. നീ ഏദോമ്യരോട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേലിൽ തന്നെ, യഹൂദയിൽ തന്നെ കാലാൾപ്പടയുള്ളപ്പോൾ, പട്ടാളക്കാരുള്ളപ്പോൾ നീ പുറത്തുനിന്ന് കൊണ്ടിരുന്നത് തെറ്റാണ്. അമസ്യാവ് പ്രവാചകനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ പണം ചെലവഴിച്ചത് എന്ത് ചെയ്യും? പ്രവാചകൻ തിരിച്ച് അമസ്യാവിനോട് പറഞ്ഞു, ഇതിൽ കൂടുതലും നിനക്ക് ദൈവം തരുവാൻ ശക്തനല്ലോ. അമസ്യാവ് എന്ത് ചെയ്തു? ഈ 1 ലക്ഷം പടയാളികൾ തിരിച്ചുവിട്ടു. ഈ തിരിച്ചുവിട്ട പടയാളികൾ പോകുന്ന വഴിക്ക്
അവർ യെറുശലേമിൽ നിന്ന് പോകുന്ന വഴിക്ക് യഹൂദ്യയിലെ എല്ലാ നഗരങ്ങളും നശിപ്പിച്ചു. അവർ പോകുന്ന വഴി ശമര്യ മുതൽ ബെത്ഹോരൻ വരെ അവർ നശിപ്പിച്ചു. 3000 പേരെ കൊന്നു. അത് മാത്രമല്ല ചെയ്തത്. അപ്പോൾ അമസ്യാവ് എന്ത് ചെയ്യുവാണ്? ഏദോമിനോട് യുദ്ധം ചെയ്തു. അമസ്യാവ് ജയിച്ചു. അവൻ 10,000 പേരെ ഉപ്പ് താഴ്വരയിൽ വെച്ച് നിഗ്രഹിച്ചു. അതിനുശേഷം 10,000 പേരെയായിട്ട് അമസ്യാവ് ഒരു പാറയുടെ മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് അവരെ താഴേക്ക് ഇട്ട് കളഞ്ഞവരെ കുറിച്ച് പറയുകയാണ്. അവർ ചിതറിപ്പോയി. ദൈവം ഒരു വലിയ വിജയം അമസ്യാവിന് കൊടുത്തപ്പോൾ അമസ്യാവിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു മോഹം. എന്നാൽ ഏദോമ്യരുടെ ദൈവത്തെ കൂടെ ഞാൻ ഇങ്ങെടുക്കാൻ പോവാം. ഏദോമ്യരുടെ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് അമസ്യാവ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് താൻ താണു വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. ദൈവം തൻ്റെ ഉഗ്രകോപത്തിൽ അമസ്യാവിനെ നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അമസ്യാവിൻ്റെ ഹൃദയത്തിൽ മറ്റൊരാഗ്രഹം, എന്നാൽ മറ്റൊരു രാജാവായിട്ട് യുദ്ധം ചെയ്യാം. അമസ്യാവ് ഒരു വെല്ലുവിളി നടത്തി ഒരു രാജാവിനോട്. അവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ അവൻ വന്നു അമസ്യാവിനെ നിഗ്രഹിച്ചു. ബൈബിൾ പറയുന്നു, യെറുശലേമിൽ വന്ന് എഫ്രൈമിൻ്റെ കോട്ട മതിൽ മുതൽ 400 മുഴം ഇടിച്ചു കളഞ്ഞവൻ. എന്നിട്ട് ദേവാലയത്തിലുള്ള വിശേഷപ്പെട്ട വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ടുപോയി. അങ്ങനെ പോയ കൂട്ടത്തിൽ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നവരെയും കുറച്ച് പിടിച്ചുകൊണ്ട് പോയി. അവർ പോയത് അങ്ങ് ഹെർമോൻ പർവ്വതത്തിനപ്പുറമുള്ള മിസോർ മലയിൽ ചെന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അവിടെ ചെന്ന വർഷിപ്പ് ലീഡർ എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 42. ദേവാലയത്തിൽ നിത്യം ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് ഏകദേശം 150 മൈൽ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ തനിക്ക് വരുവാൻ പറ്റുന്നില്ല എന്നുള്ള ഹൃദയത്തിലെ ആഗ്രഹത്തിൽ, ദൈവത്തെ വീണ്ടും വന്ന് കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ എഴുതുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, ഞാൻ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു സിമിലി എവിടെ കാണുന്നത്? മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ. മാൻ താൻ ഓടി വളർന്ന് വന്നിട്ട് വരണ്ട് വരുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കും. മാന് മാത്രമല്ല, നമ്മൾ ഓടുമ്പോഴത്തേനും നമ്മളും ദാഹിക്കും, നമുക്കൊരല്പം വേണമുണ്ട്. എന്നാൽ സ്ഥിരം പോകുന്ന ആ നീർച്ചാലിൽ ഒരു ദിവസം വെള്ളം ഉണ്ടാകത്തില്ല. കഠിനമേറിയ വേനലിൽ ചെല്ലുമ്പോൾ മാൻ എന്നും ഓടിയെത്തുന്ന ആ നീർച്ചാലിൽ ഒരു ദിവസം വെള്ളമില്ല. അതാണ് സങ്കീർത്തനക്കാരൻ്റെ അവസ്ഥ. സ്ഥിരം ഓടിച്ചെല്ലുന്ന യെറുശലേം ദേവാലയത്തിൽ തനിക്ക് ഓടിച്ചെല്ലുവാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുവാണ്, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിത്യം ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ വിദൂരതയിലായിരിക്കുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ആ സിമിലിയുടെ ഇൻ്റർപ്രിട്ടേഷനാണ് 2ാമത്തെ വാക്യം. പറയുവാണ്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. സാധാരണ ഒരു ദൈവത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഇവിടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനക്കാരൻ. അത് കഴിഞ്ഞിട്ട് താൻ പറയുകയാണ്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനുണ്ട്. കാരണം ഞാൻ ഇന്ന് സദേൺ ലെബനനിൽ നിൽക്കുകയാണ്. ഏകദേശം 150 മൈൽ അപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ യെറുശലേമിൽ ചെന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റും? ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവസാന്നിധ്യം കാംക്ഷിക്കുന്ന മനുഷ്യൻ, തനിക്ക് തൻ്റെ സ്വന്തം ദേശമായിരിക്കുന്നിടത്ത് ചെല്ലുവാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് താൻ ഒരു കാര്യം പറയുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം എന്നോട് ചോദിക്കും. തന്നെ പിടിച്ചുകൊണ്ട് പോയവർ തൻ്റെ ചുറ്റും വന്ന് ചോദിക്കും, നിന്റെ ദൈവം എവിടെ? മാൻ നീർച്ചാലിലേക്ക് ദാഹിച്ച് നീർച്ചാലിലേക്ക് ചെല്ലുന്നത് പോലെ ഇവിടെ ഒരു മനുഷ്യൻ, തനിക്ക് പറയാൻ വാക്കുകളില്ല. അവനൊരു ഡയറ്റിലിപ്പം. അവൻ്റെ ഡയറ്റ് എന്തോന്നറിയോ? കണ്ണുനീര. രാവും പകലും ഞാൻ കണ്ണുനീർ ഭക്ഷിക്കുന്നു. അത് തൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ കാണിക്കുക. സ്ഥിരം ദൈവസന്നിധിയിൽ ചെല്ലുന്നൊരു മനുഷ്യൻ ഒരിക്കൽ തനിക്ക് എങ്ങും എത്തിപ്പെടുവാൻ പറ്റുന്നില്ല. ദൈവത്തിങ്കിൽ നിന്നകന്നു, ദൈവാലയത്തിൽ നിന്നകന്നു. ഇപ്പോൾ എങ്ങും എത്തിപ്പറ്റാത്തപ്പോൾ താൻ ഒരു കാര്യം ഓർത്തു. ആ ഓർത്തതിനെക്കുറിച്ച് 4ാം വാക്യം പറയുകയാണ്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും
സ്തോത്രസ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിൽ ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകർന്നു. ഉത്സവം ആചരിക്കുന്നവരെക്കുറിച്ച് താൻ അങ്ങ് ലെബനോനിലിരുന്ന് ആലോചിക്കുക. അങ്ങ് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒരിക്കൽ താൻ കണ്ട ആരവവും താൻ കണ്ട ദൈവസാന്നിധ്യവും തനിക്കിന്ന് എത്തിപ്പെടാൻ പറ്റാത്തപ്പോൾ താൻ പറയും, ഞാൻ എൻ്റെ ഉള്ളം പകരുന്നു, എന്നിൽ ഞാൻ എൻ്റെ ഉള്ളം പകരുന്നു. നമ്മൾ ആരുടെ മുൻപിലാണ് ഉള്ളം പകരുവാൻ പറ്റുന്നത്? ദൈവസന്നിധിയിലാണ്. കോരഹപുത്ര, താങ്കൾ ഇന്നു വരെ കണ്ടിട്ടുള്ളത് ദേവാലയത്തിൽ ഇറങ്ങി നിൽക്കുന്ന സാന്നിധ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ 150 മൈൽ അപ്പുറത്ത് ലെബനനിൽ നിനക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീ തൻ്റെ ഉള്ളം പകരുന്നുണ്ടോ? ആരവത്തിനകത്ത് മാത്രം ഇറങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചേ ഉള്ളൂ കോരഹപുത്രന്മാർ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ദൈവം പറയുക, നിന്റെ കരച്ചിലിൽ അങ്ങ് നീ ദൂരത്ത് നിൽക്കുമ്പോഴും അവൻ അടുക്കൽ വരും എൻ്റെ കരച്ചിൽ കേൾക്കുവാൻ. അതാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ദൈവസന്നിധിയിൽ ആരവത്തിലല്ല ദൈവസാന്നിധ്യമുള്ളത്, എൻ്റെ കരച്ചിലിനകത്താണ് ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ സ്ഥിരം വരുവാൻ പറ്റുന്നില്ല, ദേവാലയത്തിൽ വരുവാൻ പറ്റുന്നില്ല. അവനങ്ങ് ദൂരെ നിൽക്കുകയാണ്. എനിക്കതിൻ്റെ പൂർണ്ണ വെളിപ്പാട് കിട്ടുന്നത് എനിക്ക് പുതിയ നിയമത്തിലാണ്. യേശു ജനിച്ചപ്പോൾ അവർ പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ, അവൻ ദൈവം നമ്മോടുകൂടെ. പക്ഷെ അവൻ്റെ മരണത്തിൽ അതിൽ പൂർണ്ണതയായത് പുത്രത്വത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ പകർന്നതുകൊണ്ട് ദൈവം എന്നിലായി. അതുകൊണ്ട് ഞാനൊരു ദേവാലയത്തിൽ പോയല്ല ദൈവത്തെ ആശ്രയിക്കുന്നത്. ഞാൻ വിളിക്കുന്ന വിളിപ്പുറത്ത് അവൻ ഞാൻ ഇരിക്കുന്നിടത്ത് അവൻ്റെ തിരുസാന്നിധ്യം അയക്കും. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ ദേവാലയത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പറയുവാണ്, അല്ലല്ല സങ്കീർത്തനക്കാരാ, നീ വിചാരിക്കുന്ന ദേവാലയത്തിൽ മാത്രമല്ല ഇറങ്ങുന്ന ദൈവസാന്നിധ്യം, ദേവാലയത്തിന് പുറത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദേവാലയത്തിൻ്റെ പുറത്തല്ലയോ അബ്രഹാമിനെ വിളിച്ചത്? ദേവാലയത്തിൻ്റെ പുറത്ത് വെച്ചല്ലയോ മോശയോട് ദൈവം സംസാരിച്ചത്? ദേവാലയത്തിൻ്റെ പുറത്ത് വെച്ചല്ലയോ ഏലിയാവെ താങ്കളോട് സംസാരിച്ചത്? അസ്ഥിയുടെ കൂമ്പാരത്തിനകത്ത് വെച്ചല്ലയോ യെഹെസ്കേലെ താങ്കളോട് ദൈവം സംസാരിച്ചത്? ബാബിലോണിൽ വെച്ചല്ലയോ ദാനിയേലിനോട് സംസാരിച്ചത്? അതുപോലൊരു അനുഭവമാണ്. ദേവാലയത്തിൽ മാത്രമല്ല ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്. ദൈവസാന്നിധ്യം അത് ദേവാലയത്തിനും അപ്പുറമുള്ളതെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യേശു ഒരു കാര്യം ചെയ്തു, ഇതിനെ ദേവാലയമാക്കി. അതുകൊണ്ട് അവൻ എന്നിൽ വസിക്കും. അതുകൊണ്ട് ദൈവം എന്നിൽ വസിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ആ ഓർത്ത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മയാണ് 5-ാം വാക്യം. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്താ? ദൈവസാന്നിധ്യം അനുഭവിച്ചവൻ പറയുവാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്താ? വിഷാദിക്കുന്നവരോടും ഞരങ്ങുന്നവരോടും ഈ സങ്കീർത്തനം ഒരു ദൂത് പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുക. അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുക, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ആരാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കേണ്ടത്? ഞെരുക്കം അനുഭവിക്കുന്നവർ, ഇടുക്കം അനുഭവിക്കുന്നവർ, ആശയക്കുഴപ്പത്തിലാകുന്നവർ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ കാസ്റ്റ് ഡൗൺ, ദൈവത്തിൽ ആശ്രയിക്കുക. ഇഫ് യു ഫീൽ ലൈക്ക് യുവർ ലൈഫ് ഈസ് ഡ്രൗണിങ്, ദൈവത്തിൽ ആശ്രയിക്കുക. യേശുവാണ് അതിനെനിക്കൊരു നല്ലൊരു ഉത്തരം തന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ സൗമ്യതയുള്ളവനാകല്ലേ, എൻ്റെ മുഖം എടുത്ത് എന്നെ അനുഗമിക്കുക. യേശുവാണ് നമുക്കതിനൊരു പൂർണ്ണ ഉത്തരം തരുന്നത്. വേഗന തന്നെ മുമ്പോട്ട് പോകട്ടെ. അത്രയും പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്തില്ല ദൈവത്തിൽ ആശ്രയിക്കുക? കാരണം എന്താണ്? അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയ, എന്നെ രക്ഷിച്ച ദൈവമാണ്. പക്ഷെ സങ്കീർത്തനക്കാരനോടൊരു മറു ചോദ്യം, ദൈവം നിന്നെ രക്ഷിച്ചോ? ലെബനനിൽ നിന്നും അല്ലെങ്കിൽ ഈ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് താൻ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് തിരുവചനം നമുക്ക് പഠിപ്പിക്കുന്നില്ല. താൻ പുറത്ത് വന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തെ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധി വരുമെന്നും പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് വരുമെന്നും ബൈബിൾ നമുക്ക് പ്രോമിസ് ചെയ്യുന്നില്ലെന്ന് ഈ വാക്യം തന്നെ നമ്മളെ പഠിപ്പിക്കുക. ആ പ്രതിസന്ധികളിലും സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുകയാണ്. അത്രയും പറഞ്ഞ ആൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവ്, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിൽ വെച്ചും നിന്നെ ഞാൻ ഓർക്കുന്നു.
ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്ത മനുഷ്യൻ തനിക്ക് കിട്ടുന്നൊരു വെളിപ്പാടാണത്. ദൈവാലയത്തിൽ മാത്രമല്ല ഞാൻ അവനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവനെ ഹെർമോൻ പർവ്വതത്തിൽ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിക്കുക. രാജാവ് വന്ന് അമസ്യാവിനോട് യുദ്ധം ചെയ്തിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയുള്ള യാത്രയത്. ഞാൻ ഹെർമോൻ മലയിൽ വെച്ച് ഞാൻ നിന്നെ അറിഞ്ഞിട്ടുണ്ട്. യോർദാൻ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. അതുമാത്രമല്ല, മിസാർ മലയിലും, മിസാർ മല എന്ന് പറഞ്ഞാൽ ഹെർമോൻ മലയുടെ മറ്റ് ചെറിയ ഇതര മലകളാണ്, ചെറിയ മലകളാണ്. അവിടെ വെച്ചെല്ലാം ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുവാണ് അതിൻ്റെ 7-ാം വാക്യം, നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിൽ ആഴി ആഴിയെ വിളിക്കുന്നുവോ, നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നു പോകുന്നു. 1-ാം വാക്യത്തിൽ മാൻ വെള്ളത്തിന് വേണ്ടി ഓടുമ്പോൾ, 3-ാം വാക്യത്തിൽ കണ്ണീര് തൻ്റെ ആഹാരമായ മനുഷ്യൻ പറയുവാണ്, ഇപ്പോൾ നിൻ്റെ നീർച്ചാട്ടങ്ങൾ, ശത്രുവിൻ്റെ നല്ല പറയുന്നത്, ദൈവത്തിൻ്റെ നീർച്ചാട്ടങ്ങൾ എന്നാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലായി, ഇത് ദൈവം തന്നെ അവിടെ എത്തിച്ചെന്ന്. ക്യാപ്റ്റിവിറ്റിയിൽ ആ ദേശത്തുനിന്ന് തന്നെ മറച്ചുകൊണ്ട് പോയത് ദൈവമാണ്. പക്ഷെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നോക്കി, നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതയാണ് കടന്നു പോകുന്നത്. എന്നെ കൊണ്ടല്ല പോകുന്നത്, അതെൻ്റെ മീതയെ കടന്നു പോവുക. ദൈവമാണ് തന്നെ അവിടെ ആക്കിയെന്ന് മനസ്സിലാക്കുക. ഇത്രയും നാളും തന്നെ ആരാ കളിയാക്കി? തൻ്റെ ചുറ്റും നിന്ന. ഇന്ന് തൻ്റെ പ്രതിസന്ധി എവിടെ? തൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ കടന്നു പോകുമ്പോഴും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ പകൽ നേരത്ത് നിൻ്റെ ദയയെ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ച് താൻ പറയുകയാണ്. പകൽ നേരത്ത് അവൻ എനിക്ക് ദയ കൽപ്പിക്കുമ്പോൾ രാത്രിയിൽ അവന് പാട്ട് പാടുന്നു. ഇത് ഒരിക്കലും മനസ്സിലാക്കേണ്ടത് പകൽ മാത്രം പ്രവർത്തിക്കുന്ന ദൈവമെന്നല്ല. പകലിൽ അവൻ എനിക്ക് ദയ തരുമ്പോൾ രാത്രിയിൽ എൻ്റെ പാട്ടും എൻ്റെ പ്രാർത്ഥനയും കേൾക്കുന്ന ദൈവമാണ്. അവൻ എന്നെ സദാകാലം നോക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളിൽ ഒരിക്കലും താൻ തൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. താൻ പുറത്ത് വന്നോ ഇല്ലൊന്ന് ദൈവവചനം പറയുന്നത് പോലുമില്ല. ആ പ്രതിസന്ധിക്കകത്തും താൻ പറയുവാണ്, ഞാൻ അവനെ വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നു ഞാൻ. സങ്കീർത്തനക്കാരാ, താങ്കൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട് എത്ര നാളായി? നിനക്ക് ദേവാലയത്തിൽ ചെല്ലുവാൻ പറ്റുന്നില്ല, പക്ഷെങ്കിൽ ജീവനുള്ള ദൈവത്തിന് വേണ്ടി താൻ കാംക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നു, അതിൻ്റെ 9-ാമത്തെ വചനം, നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കുന്നു എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. മറന്നെന്ന് പറഞ്ഞിട്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുവാൻ, അവൻ മറന്നിട്ടില്ല, കാരണം അവൻ എൻ്റെ പാറയായ ദൈവമാണ്. പാറയായ ദൈവത്തിൽ ആണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്പോൾ ലെബനനിൽ നിൽക്കുമ്പോൾ മലനിരകളുടെ മുകളിൽ, പാറയുടെ മുകളിൽ മൃഗങ്ങൾ വന്ന് ആശ്രയിക്കുന്ന താൻ കാണുന്നുണ്ട്. ആ കാഴ്ചയെ കണ്ടിട്ട് പറയുവാണ്, മൃഗങ്ങൾക്ക് പാറ ഒരാശ്വാസമാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ പാറയാ. അവൻ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം പാറയാകുന്നില്ല, അവൻ തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി അവൻ പാറയാകുന്ന ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും തന്നെ ശത്രു ചോദിക്കുകയാണ്, നിൻ്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ ഇടപെടാതെ ചോദിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ തകർക്കുന്നവണ്ണം എന്നെ നിന്ദിക്കുന്നു. തൻ്റെയോട് അവർ ചോദിക്കുന്ന വേദനയെക്കുറിച്ച് താൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അവർ ചുമ്മാ ചോദിക്കുമല്ല, അവർ ദൈവത്തെ നിന്ദിക്കുമ്പോൾ എൻ്റെ അസ്ഥികൾ തകരുന്ന വേദനയാണ്. പക്ഷെ എന്നിട്ടും സങ്കീർത്തനക്കാരൻ പറയുവാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും ആകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ വീണ്ടും സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ ഒരു ഉത്തരവും കിട്ടിയില്ല. സങ്കീർത്തനക്കാരൻ ഇന്ന് വരെയുള്ള ആഗ്രഹം എന്താണ്? തിരിച്ച് ദേവാലയത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. താനെത്തിയോ അറിയില്ല. നമ്മളും ഒരു യാത്രയിലാണ്. സങ്കീർത്തനക്കാരന് തകർന്നു കിടക്കുന്ന യെരൂശലേമിൽ വീണ്ടും തിരിച്ചു പോകണം. ഞാനൊരു പുതിയ യെരൂശലേമിലേക്കുള്ള യാത്രയിലാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു പുതിയ യെരൂശലേമിലേക്കുള്ള യാത്രയിലാണ് പുതിയ നിയമവിശ്വാസികൾ. ആ പുതിയ നിയമവിശ്വാസികൾ നമ്മുടെ പ്രതിസന്ധികളിലെല്ലാം ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമെന്ന് ബൈബിൾ പ്രോമിസ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്കൊരു പ്രോമിസുണ്ട്, ദൈവത്തോടൊത്തുള്ള വാസമുണ്ട് എന്ന് നമുക്കൊരു പ്രോമിസുണ്ട്. സങ്കീർത്തനക്കാരൻ ഇന്ന് വരെ ആഗ്രഹിക്കുന്നു, യെരൂശലേമിൽ ഞാൻ ചെന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കണം.
നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു ഒരു പുതു യെരൂശലേമിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് ഇഹത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല. ആ കഷ്ടങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ ഒരു മനുഷ്യനാണ് പുതിയ നിയമത്തിൽ പൗലോസ് പറയുക, വരുവാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസെ, താങ്കളെ എന്താണ് അത് പറയാൻ പ്രേരിപ്പിച്ചത്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾ കഷ്ടം അനുഭവിച്ചുവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ നിന്നെ അനുഭവിച്ച മനുഷ്യരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. കാരണം ഞങ്ങൾ വഹിക്കുന്നു അവൻ്റെ മരണത്തിൽ അവൻ്റെ ജീവനെ ഞങ്ങൾ വഹിക്കുന്നു. തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു, അവൻ്റെ മരണത്തിൽ ഞാൻ അവൻ്റെ ജീവനെ വഹിക്കുകയാകയാൽ ഞാനൊരു യാത്രയിലേക്കാണ്. ആ യാത്രയെക്കുറിച്ച് റെവലേഷനിൽ യോഹന്നാൻ പറയുന്നു, അത് പുതു യെരൂശലേമാണ്. അവിടെ ദുഃഖമില്ല, പട്ടിണിയില്ല, നിന്നയില്ല, കഷ്ടമില്ല. ഞാൻ അവിടെ ഒരിക്കലായല്ല അവനെ കാണുന്നത്, ഞാൻ നിത്യം അവനെ കാംക്ഷിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തെ നോക്കിയുള്ള യാത്രയിലാണ്. അവിടെ ഞാൻ അവനെ എന്നും ആസ്വദിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു, പ്രതിസന്ധികൾ തളരാതെ ദൈവത്തിൽ പ്രത്യാശ. കാരണം ദൈവത്തിൻ്റെ വിടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ദൈവത്തിൻ്റെ വിടുതൽ ദൈവിക പദ്ധതിക്കകത്ത് ഉള്ളതാണ്. നമ്മളൊരു രോഗം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നില്ല. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് അതിനകത്തൂടെ ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തനക്കാരൻ തൻ്റെ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ താൻ ഉടനീളം പഠിച്ചു. അവനെൻ്റെ പാറയാണ്. സങ്കീർത്തനക്കാരൻ ഇന്ന് വരെ ദൈവത്തെക്കുറിച്ച് ദൈവത്തെ വെളിയിൽ വെച്ച്, ദൈവാലയത്തിന് വെളിയിൽ വെച്ച് ആസ്വദിച്ചിട്ടില്ല. പക്ഷെ ദേവാലയത്തിൻ്റെ വെളിയിലും അവൻ തൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.